നമ്മൾ ഒരു വർഷം മുമ്പാണ് സ്റ്റുഡിയോ ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം തന്നെ എനിക്ക് കുറേ കോമൻസ് ഉണ്ടായിരുന്നു കേട്ടോ, ചേച്ചി ഇത് ഇതുപോലെയൊക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യോ, കാരണം ഞാൻ കുറച്ച് മെസ്സിയാണ്, നിങ്ങൾക്കൊക്കെ അറിയാം. എനിക്ക് വൃത്തി ഭയങ്കര ഇഷ്ടമാണ്, ഒതുക്കി വെക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് അതിനായിട്ട് ഒരുപാട് സമയം ചെലവഴിക്കണത് അത്ര ഇഷ്ടമല്ല കേട്ടോ. ഇതെന്താണ് ആംഗ്യ ഭാഷയോ അത്ര അങ്ങനെ 24 മണിക്കൂർ അതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് ഇത്തിരി മടിയുണ്ട്. മടിയല്ല, പ്രയോറിറ്റി എന്ന് പറയുന്നത് എൻ്റെ ജോലിയാണ്. പക്ഷെ എൻ്റെ ജോലിയുടെ ഒരു വലിയ ഭാഗമാണ് ഒതുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊരു നോർമൽ മോഡറേറ്റ് ലെവലിൽ നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര ഓവർ ഒതുക്കലും ഇല്ല, എന്നാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഭയങ്കര ഒട്ടും ഇങ്ങനെ അലസമായിട്ട് അങ്ങനെയല്ല, ഒരു മിഡിലിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അച്ഛൻ എങ്ങനെയാ ഇത് പറയുമ്പോൾ എനിക്ക് ഏട്ടനെ കുറിച്ച് പറയണേ. അതുകൊണ്ട് തന്നെ ഇമ്മുന് ലൈക്ക് ഒതുക്കുന്ന കാര്യത്തിൽ ആരും ഇഷ്ടം, ഈവൻ നീറ്റ്നെസിന്റെ കാര്യത്തിൽ ആരും ഇഷ്ടം? നോ ഡൗട്ട്. അപ്പോൾ എന്നോട് പറയാണ്, ഞാൻ ഇവിടെ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മാസം. അപ്പോൾ ഇമ്മു എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, ഇതുപോലെ മാറ്റിക്കൂടെ ഇടയ്ക്കിടയ്ക്ക്. എനിക്ക് എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്ന ഇഷ്ടമല്ല. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനാണ് ഇഷ്ടം. പക്ഷെ ഏട്ടൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബെറ്റർ ആക്കി അങ്ങോട്ട് മാറ്റി ഇങ്ങനെ. അപ്പോൾ എനിക്കത് ഭയങ്കര സമയനഷ്ടം ആയിട്ട് തോന്നാറുണ്ട് അങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇതൊക്കെ നമ്മൾ നല്ല വൃത്തികരം കൊണ്ടുപോയി ഇടയിൽ കുറേയൊക്കെ ഒന്ന് മെസ്സി ആയിട്ടുണ്ടായിരുന്നു. അത് ഒരു ദിവസം തന്നെ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ അസ്വിക സ്റ്റോറിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ തപ്പിയെടുത്ത് ഇവിടെ നിന്നാണ് ഫോട്ടോ എടുത്തിട്ട് അത് ഇടണേ. അപ്പോൾ അതിൻ്റെ ഔട്ട്ഫിറ്റ്സ് ഇവിടെ ഉണ്ടാവും. അത് കൂടാണ്ട് നമ്മൾ ചിലപ്പോൾ മറ്റേ മിന്ത്ര ഹാളും അല്ലെങ്കിൽ മീഷോ ഹാൾ, ആമസോൺ ഹാളൊക്കെ ചെയ്യുമ്പോൾ ഒരു ദിവസം തന്നെ 5-10 ഡ്രസ്സ് മാറും. അപ്പോൾ പെട്ടെന്ന് മാറ്റിയിടല്ലേ. അപ്പോൾ ഇതിനൊക്കെ ശേഷമാണ് നമ്മൾ ഒതുക്കുക. അപ്പോൾ ഷൂട്ടിൻ്റെ സമയത്ത് ഭയങ്കര മെസ്സി ആയിരിക്കും കേട്ടോ. എന്നാലും ഇപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. പിന്നെ അത് മാത്രമല്ല, ഞാൻ പറഞ്ഞിരുന്നില്ല, ഇത് സിമെന്റ് ബോർഡ് വെച്ചിട്ട് പണിതിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു സ്റ്റുഡിയോ. അതായത് ടെറസിന്റെ മീതെയാണ്. ടെറസിന്റെ മീതെ ഇങ്ങനെ ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി, ഇങ്ങനെ കൂര പോലെ, മേൽക്കൂര ഇങ്ങനെ, അങ്ങനെയല്ലേ ഇങ്ങനത്തെ ഷീറ്റ്. എനിക്ക് തോന്നുന്നു ഷീറ്റ് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഇടുക. എന്തായാലും ഇങ്ങനത്തെ ഷീറ്റാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഹൈറ്റ് കിട്ടാവുന്നതിൻ്റെ മാക്സിമം എടുത്തിട്ട് നമ്മൾ സ്റ്റുഡിയോയും ബാക്കി വരുന്ന സ്പേസ് മൊത്തം ഇങ്ങനെ സിമെന്റ് ബോർഡ് വെച്ചിട്ട് നമ്മൾ സ്റ്റോറേജ് ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ സ്റ്റോറേജ് ഉണ്ട്, അത് നമ്മൾ കഴിഞ്ഞ തവണ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാ. അത് ഭയങ്കര അലമ്പായിട്ടായിരിക്കണം. അത് ഞാൻ കുറെ അത് എന്തായാലും ഇനി കുറെ ഒഴിവാക്കണം. നമ്മുടെ അസ്വിക സ്റ്റോറിന് നല്ലതല്ലേ നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ. ഒട്ടും അങ്ങനെ നല്ലതല്ലാത്തത് എന്നാൽ നമുക്ക് കളയാനും മനസ്സ് വരുന്നില്ല, അങ്ങനെ ഉണ്ട്. അതെനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടാണ് ഞാൻ ഇരിക്കണത്. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം എന്തായാലും. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിമെൻറ്റ് ബോർഡ് വെച്ച് ചെയ്തിട്ടുള്ളത് കാരണം ഇപ്പോൾ ഒരു 1.5 വർഷമായി ഇതിൻ്റെ പണി കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ ഇതിൻ്റെ നെഗറ്റീവ്സ് മെയിനായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങട്ടെ. ഭയങ്കര ചൂടാണ്, അത് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര ചൂടാണ്, നമുക്ക് AC ഇല്ലാണ്ട് നിൽക്കാൻ പറ്റില്ല, അത് ഏത് സമയമാണെങ്കിലും ശരി. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് ഡെഫിനറ്റ്ലി ഉണ്ട്. അത് മാത്രമല്ല, ക്രാക്സ് വീഴുന്നുണ്ട്. അതും എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. ഈ സിമെന്റ് ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കഷ്ണം ബോർഡ്സ് വെച്ച് യോജിപ്പിച്ചിട്ടുള്ളതല്ല. ഇപ്പം ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, ദേ ഇത് ഒരു കഷ്ണം ബോർഡാണ്. ഇവിടെ മുതൽ ഇവിടം വരെ ഇതേ കണ്ടോ, ഇവിടെ ക്രാക്ക് വീണിരിക്കുന്നത് ഓരോ യോജിപ്പോട് കൂടി വരുന്ന ഭാഗങ്ങളുണ്ടല്ലോ. അതായത് ഇവിടെ ജോയിൻസിന്റെ അവിടെ ക്രാക്ക് വീഴും. അങ്ങനെ ഓരോ സ്ഥലത്തും ക്രാക്ക് വീണിട്ടുണ്ട്. അത് രണ്ടാണ് നെഗറ്റീവ്. പക്ഷെ ഭയങ്കര അഫോർഡബിൾ ആണ്, പെട്ടെന്ന് പണി തീരും സിമെന്റ് ബോർഡ് ആകുമ്പോൾ. അതൊക്കെയാണ് അതിൻ്റെ ഗുണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു സ്റ്റുഡിയോയും സ്റ്റോറേജും രണ്ടും അടക്കം ഇതിലിങ്ങനെ കുറച്ച് റാക്സും ഒക്കെ വെച്ചിട്ടുണ്ട്, കണ്ണാടി വെച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ എല്ലാ പണിയും കൂടെ, സീലിങ്, താഴെ ടൈലിട്ടിട്ടുണ്ട്, പിന്നെ പുറത്ത് കുറച്ച് പണികൾ. അപ്പോൾ ഈ ടെറസിൻ്റെ മൊത്തം സ്പേസ് എടുത്ത് നമ്മൾ ചെയ്തിട്ട് നമുക്ക് 2.5 ലക്ഷം, ഒരു ലേശ സ്പേസ് തുണി തോരിടാൻ, അത് മാത്രമേ ബാക്കി വിട്ടിട്ടുണ്ടായിരുന്നു. ബാക്കി ടെറസ് മൊത്തം എടുത്തിട്ട് നമുക്ക് 2.5 ലക്ഷം രൂപയാണ് ഈ ഇത് സ്റ്റുഡിയോയും അതേപോലെ തന്നെ ഈ സാധനത്തിന് പേര് സ്റ്റോറേജ് രണ്ടും കൂടി പണി തീർക്കാനായിട്ട് നമുക്ക് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വാടകയ്ക്ക് ഒരു സ്ഥലം എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും മാസം 12,000 രൂപയൊക്കെ വരും. അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതാവുമ്പോൾ പെർമനൻ്റ്ലി നമുക്കിത് ഉണ്ടല്ലോ. ഇവിടെ നിന്ന് നമ്മൾ മാറിയാലും നമുക്ക് ഇവിടെ നിന്ന് ഇത് ഒരു സ്റ്റോറേജ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ആ രീതിക്ക് ഇത് ഭയങ്കര നല്ലതായിട്ടാണ് എനിക്ക് നല്ല ബെനിഫിഷ്യൽ ആയത്. മാത്രമല്ല വീടിൻ്റെ മുകളിലായതുകൊണ്ട്
നമുക്ക് എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അത് എനിക്ക് മാറ്റണം എന്നുണ്ട്. ഇനി ഞാൻ മാറുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ തൃശ്ശൂർ തന്നെയാണ് വേറെ സ്ഥലത്തേക്ക് മാറണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എനിക്ക് സ്റ്റുഡിയോ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. ആ ഒരു സ്ഥലത്ത് വേറെ സ്റ്റുഡിയോൻ്റെ ആവശ്യമില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് എനിക്ക് വന്നു പോകുന്ന രീതിക്ക് മാറ്റിയെടുക്കാം. അങ്ങനെയാണെങ്കിലും എനിക്ക് തോന്നുന്നു ഈ ഒരു ഐഡിയ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിന് എനിക്ക് എല്ലാവരോടും താങ്ക്സ് പറയണം. കാരണം ഞാൻ ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരുന്നു വാടകയ്ക്ക് എടുക്കണോ സ്റ്റുഡിയോ പണിയണമെന്ന്. അപ്പോൾ എല്ലാവരും പറഞ്ഞു എന്തായാലും സ്റ്റുഡിയോ പണിതാൽ മതി, അതായിരിക്കും നല്ലത്. നിങ്ങളുടെ എല്ലാവരെയും ബാക്കി കേട്ടിട്ടാണ് നമ്മൾ സ്റ്റുഡിയോ പണിതാൽ എനിക്ക് ഭയങ്കര ബെനിഫിഷ്യലായി. നമുക്ക് ഓരോ സ്ഥലത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. വലിയൊരു ഇൻട്രോ ആയിരുന്നു. ഇപ്പൊ വാതിൽ തുറന്ന എടാ നീ മറിയല്ലടാ. വാതിൽ തുറന്നു കഴിഞ്ഞാൽ അതാ ഫസ്റ്റ് തന്നെ ഈ ഒരു കുഞ്ഞുവിന്റെ കേക്കോന്നും അറിയില്ല. ഒരു സെക്കൻഡ് ഈ മൂന്നും ഞാനൊരു മൈക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ അങ്ങനെ ഇരിക്കട്ടെ. ഇതൊരു സിമ്പിൾ ഒരു ഡ്രസ്സിംഗ് റാക്ക് പോലെ. റാക്കല്ല, ഡ്രസ്സിംഗ് ടേബിളും അല്ല. ഇത് എന്താണ് പറയാ? ഡ്രസ്സിംഗ് ഷെൽഫ്. അങ്ങനെ എന്താണ് പറയാ? ഹാങ്ങർ എന്ത് വേണമെങ്കിലും പറയാം നമുക്ക് ഇതിനെ. ഇത് ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. കുറേ നാളായിട്ടോ നമ്മളിത് ഉപയോഗിക്കുന്നു. ഗോവയിലുള്ളപ്പോൾ മുതലുള്ളതാണ് ഈ ഒരു സംഗതി. ഇവിടെ ബാഗ്സ് ഉണ്ട്, ഡ്രസ്സസ്, ഇവിടെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഇവിടെ വെക്കുന്നുണ്ട്. അതായത് അടുത്ത ഷൂട്ടിന് വേണ്ട സാധനങ്ങൾ തേച്ച് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇവിടെ ഒരു വൈറ്റ് ഫാൻ ഉണ്ട്. നമ്മൾ 1.5 വർഷം മുമ്പ്, അല്ല 1 വർഷം മുമ്പാണ് ഞാൻ കാണിച്ചത്. പക്ഷെ 1.5 വർഷം മുമ്പ് ഉപയോഗിച്ച് തുടങ്ങിയതാണ്. അപ്പോൾ ഇതുവരെ ഇതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞാൽ അതാ ഈ ഒരു കോർണർ, ഇത് ഞാൻ പറഞ്ഞില്ല, ഇതാണ് അവർ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ വൈറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് പകരം അവർ ബ്ലാക്ക് വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ കണ്ടത്. കാരണം ഞാൻ ആ സമയത്ത് ഷൂട്ടിന് എറണാകുളം പോയിരിക്കായിരുന്നു. അതൊരു അബദ്ധം പറ്റിയിട്ടോ. അപ്പോൾ അതാ ഈ ടേബിള്, ഇത് നമ്മൾ അപ്പുറത്തെ ഭാഗത്തായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് ഇങ്ങോട്ടേക്ക് മാറ്റി തേക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതുകൂടാണ്ട് എന്തെങ്കിലും പാർസൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിവിടെ വെക്കും. പിന്നെ ഇരുന്ന് മേക്കപ്പ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ മേക്കപ്പ് ഒക്കെ നിരത്തി വെച്ചിട്ട് ഇരുന്ന് മേക്കപ്പ് ചെയ്യാറുണ്ട്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇത് പിന്നീട് ആക്കിയെടുത്ത ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. അതായത് ഈ ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാറുണ്ട്. ഈ കോർണറിൽ നമ്മൾ കുറെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓണത്തിന്റെ സമയത്ത്. ഈ സ്റ്റുഡിയോയിൽ തന്നെ പല പല ഭാഗങ്ങളിലായിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതെനിക്ക് നല്ല ഹെൽപ്ഫുൾ ആയി. ഓണത്തിന്റെ സ്റ്റൈലിംഗ് വീഡിയോസ് എല്ലാം ഒരു കോർണറിൽ നിന്ന് നമ്മൾ ചെയ്തപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു ദിവസം തന്നെ ഞാൻ 10-12 ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു റീലിന് വേണ്ടിയിട്ട്. അതെനിക്ക് നല്ല ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയിട്ടാ. പിന്നെ വന്നിട്ട് ഈ ഭാഗത്ത് യാതൊരുവിധ മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടില്ല. എക്സ്ട്രാ നമ്മൾ വെച്ചിട്ടില്ല എന്താ വെച്ചാൽ ഈ ക്യാമറകൾ, ഇത് പഴയ ക്യാമറ ഞാൻ താഴെ ഒതുക്കിയപ്പോൾ എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഉപയോഗിച്ചിരുന്ന ക്യാമറ വന്നിട്ട് സോണിയുടെയാണ്. ഈ ക്യാമറയിലാണ് ഞാൻ യൂട്യൂബ് വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ കണ്ടോ, ഇവിടെ കണ്ടോ, ഇത് തിരിക്കാനൊന്നും പറ്റില്ല കേട്ടോ. പക്ഷെ ഇവിടെ ഓക്കെ ഞാൻ പറയാം എങ്ങനെയാണ്. ഇങ്ങനെയല്ലേ നമ്മൾ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ പിന്നിൽ കണ്ണാടി വെക്കും, അല്ലെങ്കിൽ ഏകദേശം ഒരു ഊഹത്തിലൊക്കെ വെച്ച് ഓൺ ചെയ്തിട്ട് ഷൂട്ട് ചെയ്യാണ് കേട്ടോ ചെയ്യാം. ഇതൊക്കെ മറ്റേ ആ ഫിലിം ഇടുന്ന ക്യാമറയാണ്, അതിപ്പോൾ ഉപയോഗിക്കാനൊന്നും പറ്റില്ല. ഇത് ക്രിയേറ്റേഴ്സ് ഗാല നൈറ്റ്. ഇത് ഈ അടുത്ത് നമുക്ക് കിട്ടിയൊരു അവാർഡാണ്. ഇത് തായ്ലാൻഡിൽ നിന്ന് കൊണ്ടുവന്നത്. I still have confusion what it is. ഇത് ഏട്ടൻ്റെ അനിയൻ റൂമിൽ പോയപ്പോൾ കൊണ്ടുതന്ന റൂം. ഇതിൽ വന്നിട്ട് അത്യാവശ്യം വേണ്ട അണ്ടർ ഗാർമെന്റ്സും അണ്ടർ സ്കേർട്സ് അങ്ങനെ ഈ എന്ന് വെച്ചാൽ ഷൂട്ടിന് വേണ്ട സാധനങ്ങളൊക്കെ, സ്റ്റിക്ക് ഓൺ ബ്രാ അങ്ങനെയൊക്കെ കേട്ടോ. ഇതിൽ അത്യാവശ്യം വേണ്ട കമ്മല്, അങ്ങനെയൊക്കെ കേട്ടോ. മറ്റേത് നേരത്തെ പോലെ തന്നെ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഉള്ളിൽ ഇപ്പോൾ കുറച്ച് മെസ്സിയാണ്. ഇവിടെ റിങ്സ് ഒക്കെ ഉണ്ട്. ഇത് നല്ലതാണ്. ഇത് ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഇതൊക്കെ നാളായല്ലോ, 1 വർഷമൊക്കെ ആയിട്ടും ബുദ്ധിമുട്ട് വെച്ചാൽ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് അങ്ങോട്ട് കിടക്കാം. പിന്നെ നമ്മുടെ ഇതാണ് പുതിയൊരു ഐറ്റം കേട്ടോ. ഇതെന്താന്നറിയോ? ഫ്രിഡ്ജ്. എന്റെ ടോണ്ടറല്ലേ വീണ്. ഇങ്ങോട്ടേക്കായിട്ട് മേടിച്ചതല്ല കേട്ടോ. ഇത് വേറെ ഒരു ആവശ്യത്തിന് വേറൊരു സ്ഥലത്ത് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അങ്ങനെ കൈ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു മുകളിൽ വെക്കാം. നമ്മൾ സ്കിൻ കെയർ ഐറ്റംസ് എല്ലാം ഞാൻ ഇതിലേക്ക് തട്ടി. കാരണം ഇവിടെ ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ സ്കിൻ കെയറിൻ്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഈ ചൂടത്ത് വെച്ച് അത്ര നല്ലതല്ലല്ലോ. മേക്കപ്പും അത്ര കണ്ടും നല്ലതല്ല കേട്ടോ ഭയങ്കര ചൂടത്ത് വെക്കുന്നത്. പിന്നെ നമ്മളൊരു വിശ്വാസത്തിൽ അങ്ങനെ വെക്കുന്നത്, വേറെ എന്ത് ചെയ്യാൻ പറ്റും, എല്ലാം കൂടി തികഞ്ഞ് കിട്ടില്ലല്ലോ. പിന്നെ പകല് ഓൾമോസ്റ്റ് ഞാനിവിടെ ഉള്ള സമയത്തൊക്കെ നമ്മൾ AC ഇടുന്നുണ്ട്. സ്കിൻ കെയർ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. ഇതിന് ഇതൊന്നുമില്ല എന്ന് വെച്ചാൽ വെളിച്ചൊന്നുമില്ല കേട്ടോ. പിന്നെ വെള്ളം വെക്കും.
അപ്പോൾ എപ്പോഴും ഇവിടെ വെള്ളം ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നമ്മൾ മറക്കും മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇനി അടച്ചോട്ടെ ബേബി. കുട്ടി ഫ്രിഡ്ജ് കേട്ടോ, നല്ലതാ, അത്യാവശ്യം കാര്യങ്ങൾ നടക്കും. എത്ര രൂപയായിരുന്നടാ? എത്ര രൂപ? ഞാൻ ആമസോണിൽ നോക്കിയിരുന്നു, അത്ര ഞാൻ നോക്കിയിട്ട് ഞാൻ എന്തായാലും താഴെ ടാഗ് ചെയ്യാം കേട്ടോ. ഞാൻ മേടിച്ചതല്ല, അതുകൊണ്ടാണ് എനിക്ക് ഓർമ്മയില്ലാത്ത വില. അടച്ചോട്ടെ ബേബി. ഇത് എന്നാ ബാബ ഇത് നോക്കിക്കോളൂ. ഇതിൻ്റെ മീതെ വന്നിട്ട് ഇങ്ങനത്തെ ട്രേസ് ഉണ്ട്. ഇതും ആമസോണിൽ തന്നെ ഉള്ളതാണ്. ഞാൻ പ്രോഡക്ട്സ് വെച്ചിട്ട് പ്രോഡക്റ്റ് ഷൂട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇതിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ ഞാൻ ഇത് ജസ്റ്റ് സ്റ്റോറേജ് ആയിട്ട് ഉപയോഗിക്കും. ഇങ്ങനെ ലൈറ്റ്സ്, ഇതെല്ലാം ട്രൈപോഡ് സാധനങ്ങൾ, ചാർജേഴ്സ്. പിന്നെ ഇവിടെ ഇത് വന്നിട്ട് ഞാൻ അന്നേ കാണിച്ചിട്ടുള്ളത് നമുക്ക് ഗോവയിൽ ഉണ്ടായിരുന്നപ്പോൾ മുതലുള്ളത്. ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് ഇത് ആവശ്യമുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഗോവയിൽ എങ്ങനെയാ വെച്ചാൽ ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്, അതായത് ഭയങ്കര ഈർപ്പുള്ള കാലാവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാമറയും സാധനങ്ങളൊക്കെ പുറത്ത് വെച്ച് ചിലപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ എന്നൊക്കെ അല്ല മറ്റേ അത് വരില്ലേ, ഫംഗൽ സാധനങ്ങളൊക്കെ ക്യാമറയിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ബോക്സിൽ വെക്കണം. സേഫാണ്, ഇത്ര വിലയില്ല. ഇപ്പോൾ നമ്മുടെ ക്യാമറയ്ക്ക് തന്നെ 1.5 ലക്ഷം രൂപയുണ്ട്. എൻ്റെ മറ്റേ ക്യാമറയ്ക്ക് ഒരു 70,000 രൂപ ഉണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും നല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംരക്ഷിക്കുക. പിന്നെ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. ഇവിടെ ഇങ്ങനെ ഒരു ലോക്ക് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ തുറക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയൊക്കെ തുറക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സെക്ഷനിലാണെങ്കിൽ ഇവിടെ ആണ് അമ്മ മെയിനായിട്ട് ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. ഇവിടെ വാൾപേപ്പറൊക്കെ ഒട്ടിച്ചു. ഞാൻ തന്നെ ഒട്ടിച്ചു. പക്ഷെ എന്താ പറ്റിയെന്നറിയോ, ഇതിൽ ശരിക്കും ഒട്ടുണ്ടായിരുന്നില്ല ഈ വാൾപേപ്പർ. എനിക്ക് തോന്നുന്നു ചൂട് കാരണം അതിലത്തെ പശ മതിയാവാണ്ട് വന്നു തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ വേറെ പശ നമ്മുടെ ഈ ഹാർഡ്വെയർ ഷോപ്പിൽ ഈ ചുമരുമ്പിൽ ഒട്ടിക്കാൻ പാകത്തിനുള്ള പശ മേടിച്ചു. ആ പശ എടുത്തിട്ട് ഇങ്ങനെ അടിച്ച് ബ്രഷ് കൊണ്ട് പക്ഷെ അത് കുറച്ച് ഫെയിലായി. കുറച്ച് അബദ്ധമാണ്. ആ ഒരു പെർഫെക്ഷൻ ഇല്ല. ആ പശ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ അതിൻ്റെ മീതെ ഈ ഇത് ഒട്ടിച്ച കാരണം ആ ഒരു പെർഫെക്ഷൻ കുറവുണ്ട്. ഈ ഒരു ഏരിയ നമുക്ക് പുതിയതാണ് കേട്ടോ. ഈ ചെടി ഞാൻ പുതിയത് മേടിച്ചു. സോറി ഈ ചെടി മേടിച്ചു. ഇവിടെ ഒരു വൈറ്റ് സോഫ ഉണ്ട്, ഒരു ചെറിയ മിറർ, ഈ സർക്കിൾ. ഓക്കെ, അത് പണ്ടേ ഉള്ളതാ. അപ്പൊ എനിക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ എനിക്ക് ഈ വർഷം അസ്വി ടോക്സ് കുറച്ചും കൂടി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് ഇങ്ങനെ കോർണറിൽ ഇങ്ങനെ ഇരുന്ന് നല്ല സ്വസ്ഥമായിട്ട് സംസാരിക്കണം, അങ്ങനത്തെ ഇത് വേണം വിചാരിച്ചിട്ട് ഇത് ഫ്ലിപ്കാർട്ടിൽ മേടിച്ചതാ. പിന്നെ അമ്മ ഇതുപോലത്തെ പെബിൾസ് പ്ലാനിന്റെ താഴെ വെച്ചത്. സോ ക്യൂട്ട്. അപ്പൊ നമ്മള് കഴിഞ്ഞ വർഷം സ്റ്റുഡിയോ ടൂർ ചെയ്തപ്പോൾ ഞാൻ 2-3 പ്ലാന്റ്സ് ഒക്കെ ഇതിൽ വെച്ചിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിനകത്ത് വെച്ച പ്ലാന്റ്സ് സർവൈവ് ചെയ്യില്ല. മാക്സിമം ഈ കാറ്റസ് പ്ലാന്റ്സ് ഇല്ലേ, അത് വേണമെങ്കിൽ ചിലപ്പോൾ കുറച്ച് നാൾ നിന്നു വരും, അതല്ലാണ്ട് വേറെ ഒന്നും നിൽക്കില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഫേക്ക് തന്നെ മേടിച്ചു. ഇത് വിലയുണ്ട് കേട്ടോ, അതിന് നല്ല വിലയുണ്ട്. 10,000 രൂപയുണ്ട് ഈ പ്ലാന്റിന്. ഇത് ഞാൻ ഏതോ ഒരു വെബ്സൈറ്റിൽ കണ്ടിട്ട് കുറച്ച് നാൾ മുമ്പ് മേടിച്ചതാ. പിന്നെ ഇതിൻ്റെ ചട്ടി നമ്മൾ വേറെ മേടിക്കണം. പ്ലാസ്റ്റിക്കിൻ്റെ ഞാൻ നോക്കി അത്യാവശ്യം വിലക്കുറവുള്ളത് നോക്കിയിട്ട് അങ്ങനെ ഒരെണ്ണം മേടിച്ചു. പിന്നെ പെബിൾസ് വേറെ മേടിച്ചിട്ട് ഞാൻ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നത് തന്നെയാണ് കേട്ടോ. ഈ ലൈറ്റ് ഇതൊക്കെ ഇലക്ട്രിക്കലി തന്നെ വർക്ക് ആവുന്നതാണ്. ഈ പെബിൾസ് ഭയങ്കര ക്യൂട്ട് ആൻഡ് സ്വീറ്റ്. ഇതൊരു നമുക്ക് കഴിക്കേണ്ടതാണ് ഈ പെബിൾസ്. കഴിക്കാനാണോ? അപ്പോൾ ഈ ലൈറ്റൊക്കെ വെച്ചു. ഇത് ഫോട്ടോ ഫ്രെയിംസ്, ഇത് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് നമുക്ക് ഒട്ടിക്കാൻ പാകത്തിനുള്ള അത്ര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ ഒരു ഏരിയ ഇങ്ങനെ വേണമെന്നുണ്ടായിരുന്നു. ഒരു ഫോട്ടോ കൂടി ഉണ്ട്, അത് ഇമ്മക്കുട്ടിയുടെ റൂമിൽ വെക്കണം എന്ന് പറഞ്ഞിട്ട് അത് അങ്ങോട്ട് കൊണ്ടേ അമ്മ എനിക്ക് വെക്കാൻ പറ്റുന്ന എനിക്ക് തന്നതാ. വേണമെന്ന് പറഞ്ഞോണ്ടല്ലേ തന്നത്. അമ്മ അത് പറഞ്ഞ് എടുക്കാന്ന്. ശരി, അപ്പൊ ചോദിച്ചില്ലേ? തരുവോ ചോദിച്ചില്ല? ഇല്ല, ഞാനായിട്ട് കൊടുത്തതാന്നാണ് പറയണത്. ശരി, സമ്മതിച്ചു. സമാധാനപരമായ കുടുംബജീവിതത്തിന് അനുസരണശീലം വളരെ വളരെ അത്യാവശ്യമാണ്. മലയാളി മങ്ക. അപ്പൊ ഈ സോഫ വന്നിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. 7,000 രൂപയാണിത്. 6,000 to 7,000 ഇടയിലാണ്. ഇതിന്റെ കാല് ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നുവെച്ചാൽ കാലുണ്ട് പക്ഷെ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് നമ്മൾ എക്സ്ട്രാ വെക്കണം. പിന്നെ വന്നിട്ട് ഈ ടീപ്പോയ്, ഇതിന് ഒരു 2,000. അപ്പം എൻ്റെ ഈ വർഷത്തെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഞാൻ കഴിഞ്ഞ വർഷം ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചല്ലോ. പിന്നെ ഞാൻ എക്സ്ട്രാ ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഒരു വർഷം കഴിഞ്ഞിട്ടേ എന്തെങ്കിലും നമ്മൾ ഇതിലേക്ക് ഇനി ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ള രീതിയിൽ ഞാനത് മാറ്റി. ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു ടാർഗറ്റ് വയ്ക്കും. ഇങ്ങനെ ഇപ്പോൾ സ്റ്റുഡിയോ ആണെങ്കിലും അല്ലെങ്കിൽ നമുക്കൊരു യാത്ര പോകണമെങ്കിലും അങ്ങനെയൊക്കെ ഞാൻ ഇനി ഒരു
ഇത് വെക്കും, ടാർഗറ്റ് വെക്കും. ഒന്നില്ലെങ്കിൽ ഇത്ര നാള് കഴിഞ്ഞിട്ടേ ഞാനത് ചെയ്യുള്ളൂ, അതല്ലെങ്കിൽ ഇന്ന സാധനം അച്ചീവ് ചെയ്തിട്ട് ഞാനത് ചെയ്യും. അങ്ങനെ വിചാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആവേശം, ഒരു ത്വര വരും അങ്ങനെ ചെയ്യാനായിട്ട്. അതെ, ഇവിടെ ഞാൻ ചുമ്മാ ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ചിലപ്പോൾ ഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത്ര വരെ ഒട്ടിച്ചുള്ളൂ കേട്ടോ, കാരണം നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇത്രയും പേരുള്ളൂ. ബാക്കി നമുക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്തായാലും വേണം. ഇവിടെയാണ് നമ്മൾ തുണിയിട്ട് ഫോട്ടോ എടുക്കാറുള്ളത്. അപ്പൊ ഇതങ്ങ് കവറാവും. ഇതേ കണ്ടോ, ക്രാക്ക്, അടുത്ത ക്രാക്ക് വന്നിട്ട് ഇതാണ്. ഒരു ക്രാക്ക്, 2 ക്രാക്ക്, ഇതാണ് അവിടെ ഉണ്ട്. ഇതിന്റെ അപ്പുറത്തേക്ക് മറ്റേ സ്റ്റോറേജ് വരുന്ന കാരണം ശരിക്കും പറഞ്ഞാൽ ചൂട് കുറവാണ്. പക്ഷെ എന്നാലും ഇതാണ് അവസ്ഥ. പിന്നെ ഈ കണ്ണാടി ആമസോണിൽ തന്നെയുള്ള കണ്ണാടിയാണ്. ഇവിടെ ഒരു വാൾപേപ്പർ ഉണ്ട്. ഇവിടെ വെച്ചിട്ട് നമ്മൾ കുറെ വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മിറർ ഉണ്ട്. പിന്നെ വന്നിട്ട് ഇതാ ഞാൻ തവണ കാണിച്ച പോലെ തന്നെ ഇത് അങ്ങനെ ഒരു വിധമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. അങ്ങോട്ടും ഇങ്ങോട്ടും ചില മാറ്റങ്ങൾ. ഇവിടെ ഡെക്കോർ സാധനങ്ങളായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു എന്തിനാണ് ഡെക്കോർ വെച്ചിട്ട് വെറുതെ സ്പേസ് കളയുന്നത്, പകരം ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോറ് വെച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു യൂസിന് ഡോർ ഇല്ലാത്തതാണ് നല്ലത്. കാരണം എനിക്ക് അത്ര ഫ്രീക്വൻ്റ് ആയിട്ട് സാധനങ്ങൾ ഇങ്ങനെ എടുക്കേണ്ടി വരികയാണ്. അപ്പം ഇങ്ങനത്തെ ബോക്സ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കി എടുക്കാവുന്നതാണ് കേട്ടോ. എന്താണ് പൗഡേഴ്സ്, ഫൗണ്ടേഷൻ ഇവിടെ, കോമ്പാക്റ്റും ബ്ലഷ് ഇവിടെ ലിപ് ബാംസ്, ലിപ്സ്റ്റിക്സ് ഇവിടെ, സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ ഇവിടെ ഐ ഷാഡോ, ഇവിടെ കാജൽ, ഐലൈനർ, അതുപോലത്തെ ഇത് കുറെ സിറംസ്, ഹെയർ അങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. ഞാൻ ഫുള്ള് പറയാം. പിന്നെ ഇവിടെ മോയ്സ്ചറൈസേഴ്സ്, ഇവിടെയും മോയ്സ്ചറൈസേഴ്സും കുറച്ച് ലിപ് ബാംസും, നെയിൽ സാധനങ്ങൾസ്, ഇവിടെ കുറേ റാൻഡം സാധനങ്ങൾ, ഇവിടെ ബ്രഷസും ഹെയർ ബാൻഡ്സും, അവിടെ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ സാധനങ്ങൾ, ഇവിടെ ആണെങ്കിൽ ഹെയർ ടൈസും അതുപോലത്തെ ഹെയർ ആക്സസറീസ്. ഏറ്റവും നല്ല ഒരെണ്ണത്തിൽ എന്താ ഫോൺ കേസസ്, മറ്റേതിൽ എനിക്ക് റാൻഡം സ്റ്റഫ്. അത്രയും സാധനങ്ങൾ നമ്മൾ ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് പറയാൻ പറ്റില്ല, ഭയങ്കര മസിയാ. പോടാ അവള് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇങ്ങനെ ഇപ്പൊ മോയ്സ്ചറൈസർ ഇങ്ങനെ നിൽക്കുന്ന സാധനമാണെങ്കിൽ അത് അങ്ങനെ തന്നെ വെക്കണം. എന്നുവെച്ചാൽ അതങ്ങനെ എനിക്ക് പറ്റൊന്നുമില്ല, അങ്ങനെ ഇടും. ഓക്കെ, ഇത് വന്നിട്ട് നമ്മൾ ക്രിസ്മസിന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ മാറ്റിയില്ല. ജസ്റ്റ് ഇങ്ങനെ ഇരുന്നോട്ടെ. ഇതിങ്ങനെ നല്ല രസം. ഇതൊക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ. എടാ ഇത് ഉണ്ടാക്കിയതാണ് നമ്മള്. ഇമ്മുവിന്റെ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാനും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതും അതെ. പിന്നെ ഇത് നമുക്ക് ഇത് ഫെജിന്നൊക്കെ കിട്ടിയ ഗിഫ്റ്റാന്ന് തോന്നുന്നു. പിന്നെ ക്യാൻഡിൽ നല്ല മണമാണ് കേട്ടോ ഇതിന്. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഇരുന്നോട്ടെ. ക്രിസ്മസ് ടൈമിൽ ഇത് ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് നമ്മൾ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നാശമായിട്ടോ. ഇതിൽ കുറേ സാധനങ്ങൾ നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന് അത്രയും നമുക്ക് ഇനി യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചു പോണത്തോളം പോട്ടെ. ഈ വർഷം എന്തായാലും ഇത് നന്നായിട്ട് യൂസ് ചെയ്തിട്ട്, ഇതെനിക്ക് തോന്നുന്നു ഗോവയിൽ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ 6000-7000 രൂപയ്ക്കറ്റ മേടിച്ചതായിരുന്നു. അങ്ങനെ അങ്ങനെ എന്തോ ഒരു ഫർണിച്ചർ, അങ്ങനെ എന്തോ പേരായിരുന്നു അതിനുണ്ടായിരുന്നത്. അപ്പം അതൊന്ന് മേടിച്ചാൽ ശരിക്കും ഐക്കിയയുടെയാണ് കേട്ടോ. കുറച്ചും കൂടി എന്നല്ല, ഒരുപാട് നല്ലതായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നല്ല വില ആയതുകൊണ്ട് അതിന് പകരം ഇത് മേടിച്ചതാണ്. ഓക്കെ, പിന്നെ വന്നിട്ട് എന്താണ് തയ്യൽ മെഷീൻ്റെ. ഇത് സ്ഥിരം യൂസ് ചെയ്യുന്ന, ഇത് മുന്നത്തെ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ മേടിച്ച തയ്യൽ മെഷീനില്ല, അതാണ്. അതിന് ശേഷം മേടിച്ച ഒരെണ്ണുണ്ട്, അതിപ്പോൾ കേടുവന്നിരിക്കുക. അതായിരുന്നു ഞാൻ ഉപയോഗിച്ചിരുന്നത്. 2 തയ്യൽ മെഷീൻ ഉണ്ട് എനിക്ക്. ഞാൻ പൊട്ടിച്ചു. അത് പണ്ട് കോവിഡ് സമയത്ത്. ഇതാണ് ഇമ്മക്കുട്ടി ചെറുപ്പത്തിൽ എന്തോ അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്തില്ല. വലിക്ക് എന്തോ, ഞാൻ ഇങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുമ്പോൾ അവളെ ഇത് പിടിക്കുക എന്തോ ചെയ്തു. അങ്ങനെയാണ് നാശമായത് ഇത്. അപ്പോൾ കോവിഡ് ടൈം ആയതുകൊണ്ട് നമുക്ക് കൊണ്ടുപോയി ശരിയാക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓൺലൈനായിട്ട് പുതിയത് പറഞ്ഞാൽ മേടിച്ചു. അപ്പോഴേക്കും കുറേ വർഷമായിട്ടുണ്ടായിരുന്നു ഇത്. എന്നിട്ട് പിന്നെ അതാണ് സ്കോൾഡ് ചെയ്യാന്ന് വെച്ചാൽ സ്കോൾഡ് ചെയ്തു. തെറ്റ് കണ്ടാൽ പിന്നെ നമ്മൾ പറയണ്ടേ. അപ്പൊ അതിനുശേഷം എന്തായിരുന്നു വേറെ ആ മെഷീൻ ഇപ്പൊ കേട് വന്നപ്പോ ഇത് പിന്നെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ് കേട്ടോ. ഇത് 12 വർഷമായി. സിംഗർ ടാലന്റ് നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണ് കേട്ടോ. ഒരു തയ്യൽ മെഷീൻ ഇങ്ങനത്തെ മേടിക്കുകയാണെങ്കിൽ നമ്മൾ മറ്റേതിങ്ങനെ ചവിട്ടിയാണ് ഞാൻ തുന്നാൻ പഠിച്ചത്. അതിലാണ് എൻ്റെ കല്യാണ ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഞാൻ തുന്നിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചവിട്ടി തുന്നുമായിരുന്നു ഞാൻ. എന്താ എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഈ അമ്മ തുന്നുമ്പോ ഞാൻ ഇങ്ങനെ ഞാൻ അമ്മ തുന്നിക്കൊണ്ടിരിക്കുമ്പോ അല്ലെ, എന്തൊരു ഓർമ്മ. പിന്നെ വന്നിട്ട് ഇതൊക്കെ റാൻഡം ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ആർട്ട് ബുക്സ് ഉണ്ട്, റാൻഡം സാധനങ്ങൾ. അതെ. പിന്നെ വന്നിട്ട് എന്റെ ട്രൈപോഡ്, ഇത് ക്യാമറയിൽ ഷൂട്ട് ചെയ്യാനുള്ളതും.
അപ്പൊ ഇവിടെയാണെങ്കിൽ തുറന്ന് കാണിക്കണോ? തുറന്ന് കാണിക്കണം. ഇവിടെ ഫുൾ ക്ലോത്ത്സ്. ഇത് തനിയെ ഫിറ്റ് ആയിട്ടല്ല വരിക, ഇത് നമ്മൾ തന്നെ ചെയ്യണം. അതെ, നമുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. പറ്റും, അതിന് നല്ല ഇൻട്രസ്റ്റും നല്ല അതിന്റെ എക്യുപ്മെന്റ്സ് വേണം. ഇങ്ങനെ ചെയ്യാൻ സ്പെയർ കീ ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് അടുത്ത് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഔട്ട്ഫിറ്റ്സ് എല്ലാം ഓരോ തവണ വേണ്ടപ്പോൾ സ്റ്റോറേജിൽ നിന്ന് പോയി എടുക്കാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പം അത്യാവശ്യം വേണ്ടത് എപ്പോഴും നമുക്കിങ്ങനെ വീഡിയോസിന് വേണ്ടിയിട്ട് ഇപ്പം ഈ ഇത് ഭയങ്കര കാഷ്വൽ ആയിട്ടുള്ള വീഡിയോ അല്ല, അപ്പോൾ ഇതിനിടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് അങ്ങനത്തെ കുറച്ച് ക്രോപ്പ് ടോപ്സും പാവാടിയും ജീൻസും അങ്ങനെയുള്ളത് മാത്രമേ ഇതിൽ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ആമസോണിൽ നിന്ന് 7000 രൂപയ്ക്ക് മേടിച്ചിട്ടുള്ളതാണ്. ഒന്നില്ലെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് തന്നെ ഇൻസ്റ്റലേഷൻ എടുക്കാം. എനിക്ക് തോന്നുന്നു എക്സ്ട്രാ ഒരു 400-500 രൂപയ്ക്ക് ആവും. അതെല്ലാം നമുക്ക് തന്നെ ഒരാളെ വിളിച്ച് ചെയ്യിക്കാം. നമുക്ക് തന്നെ ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇത് പ്ലാൻ, ഒരു ഫേക്ക് പ്ലാന്റും ഒരു റാൻഡം ജാറും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തിരക്കടില്ല എന്നേ ഞാൻ പറയുന്നു. ഭയങ്കര ക്വാളിറ്റി ഒന്നുമില്ല. പിന്നെ കൺവീനിയൻസ് ആണല്ലോ, നമുക്ക് ഓർഡർ ചെയ്താൽ വീട്ടിൽ കൊണ്ട് തരും. അവരെന്നെ ശരിയാക്കി തരണമെങ്കിൽ അങ്ങനെ ശരിയാക്കി തരും. ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണമെങ്കിൽ കറന്ന് വെക്കാം, എങ്ങനെ വേണമെങ്കിലും വെക്കാം. ഹരിബറി. അപ്പം അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഇവിടെ വെച്ചു. ഇപ്പുറത്ത് വന്നിട്ട് ഈ ഒരു ലാമ്പ്, ഇത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴും തീം വന്നിട്ട് വൈറ്റും ബ്രൗണും പിന്നെ ആ വാൾപേപ്പർ വന്നിട്ട് ഗോൾഡൻ, ആ ഒരു തീമിൽ തന്നെയാണ് നമ്മൾ നിന്നിട്ടുള്ളത്. ആ ഒരു നീല വാൾപേപ്പർ മാത്രമേ പിന്നെ ഒരു വ്യത്യാസമായിട്ടുള്ളൂ. അതെനിക്ക് ഫ്രീ കിട്ടിയതായിരുന്നു. അപ്പോൾ ഞാൻ സൈഡിൽ ജസ്റ്റ് ഒന്ന് വെച്ചിരുന്നതാണ്. അതെ, അപ്പോൾ വന്നിട്ട് ഇത്രയേ ഉള്ളൂ അല്ലേ. ഇതാണ് നമ്മുടെ അപ്ഡേറ്റ്സ്. അപ്പോൾ ഒരുവിധമൊക്കെ നമ്മൾ നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ഈ വർഷം ഞാൻ ഇങ്ങനെയായിരിക്കും കേട്ടോ കൊണ്ടുപോയി. ഈ വർഷം ഇനി വേറെ മാറ്റങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അടുത്ത വർഷമാകുമ്പോൾ എഗെയിൻ കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം എന്നാണ്. പിന്നെ എല്ലാം നമ്മൾ ഇതിനകത്തു നിന്ന് തന്നെയല്ലല്ലോ ഷൂട്ട് ചെയ്യുന്നത്, കുറേയൊക്കെ പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യും. അങ്ങനെ മിക്സ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യണത്. ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് കുഴപ്പമില്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമെൻറ്റ് ബോർഡ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ സൗണ്ട് പ്രൂഫ് ചെയ്യണമെങ്കിൽ അതിന് വേറെ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ മൈക്ക് ഉണ്ടെങ്കിൽ അതും ഒരു ബുദ്ധിമുട്ടല്ല. ഇതിപ്പോൾ ഹോളി ലാൻഡിൻ്റെ മൈക്കാണ്, നല്ല മൈക്കാണ്. നമ്മുടെ കയ്യിലുള്ള ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിലും അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഫോൺ ആണെങ്കിലും ക്യാമറയിലേക്കും ഒക്കെ പറ്റും. 13,000 രൂപ. അതെ, ഒക്കത്തിനും പറ്റും. പകരം നമ്മൾ സൗണ്ട് പ്രൂഫ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൈസയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൽക്കാലം അത് മാറ്റി വെച്ചു. പിന്നെ ലൈറ്റ് വന്നിട്ട് ഇതിൻ്റെ മീതെ നമ്മൾ സീലിങ്ങിൽ കുറേ ലൈറ്റ് വെച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല കേട്ടോ, നമുക്ക് എന്തായാലും സോഫ്റ്റ് ബോക്സ് തന്നെ വേണം. ഇതിനകത്ത് തന്നെ വെക്കും. ഞാനതിപ്പോൾ കാണിച്ചാൽ വേണ്ടിയിട്ട് തൽക്കാലം അത് പുറത്ത് വെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയിലൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഞാൻ ഈ പ്രോഡക്ട്സിൻ്റെ ലിങ്ക് എല്ലാം കിട്ടുന്നതല്ല ഞാൻ ഇവിടെ ടാഗ് ചെയ്യാം. അപ്പോൾ കുഞ്ഞുവിന് എന്താ തോന്നുന്നത് ഈ ഒരു മാറ്റം? I feel like you should change it a bit more. ഇനിയും ചേഞ്ച് ചെയ്യണോ? Like this place. ഇത് കുറച്ചുകൂടി ശരിയാക്കാണ്ടോ? ഫ്രിഡ്ജും ഫ്രിഡ്ജിനും സാധനങ്ങളോ അത് എടുത്തു വെക്കണോ? അത് കുറച്ചുകൂടി സൗകര്യമല്ലേ ബേബി അങ്ങനെ ഇരിക്കണ. എടുത്തു വെക്കണം. ശരി, ബാക്കിയൊക്കെയോ? ബാഗ്സും എടുത്തു വെക്കണോ? ഓർഗനൈസ് ചെയ്ത് വെക്കണമെന്ന്. ഓ, ബാഗ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിരിക്കുന്നത് പറ്റുന്നില്ല. പിന്നെന്താ ചെയ്യണ്ടേ? ബാക്കിയൊക്കെ ഓക്കെ ആണോ? നല്ലതാണോ? ഗുഡാണോ? ഞാൻ ചോദിച്ചു പറയിപ്പിക്കാം. അപ്പൊ അത്രേ ഉള്ളൂ. ലവ് യു ഓൾ സോ മച്ച്. ബൈ. Make sure to like, share and subscribe. Bye.